2016 നവംബർ 8 തീയതി വൈകുന്നേരം വരെ ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എന്നത്തെയും പോലെ മറ്റൊരു സാധാരണ ദിവസമായിരുന്നു. എന്നാൽ രാത്രി 8 മണിക്ക് ടെലിവിഷൻ സ്ക്രീനുകളിൽ പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെട്ടതോടെ എല്ലാം മാറിമറിഞ്ഞു. നാം അതുവരെ അധ്വാനിച്ചുണ്ടാക്കി സൂക്ഷിച്ച 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ വെറും 4 മണിക്കൂറിനുള്ളിൽ അസാധുവാകുന്നു എന്ന പ്രഖ്യാപനം ഒരു രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുകളഞ്ഞു. വിപണിയിലുണ്ടായിരുന്ന പണത്തിന്റെ 86% ഒറ്റയടിക്ക് മൂല്യമില്ലാത്ത കടലാസായി മാറിയ ആ നിമിഷം ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ തുടക്കമായിരുന്നു. എന്തിനായിരുന്നു ഇത്ര വലിയൊരു സാഹസം? അഴിമതിയും കള്ളപ്പണവും ഇല്ലാതാക്കാൻ നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്യം കണ്ടോ? 9 വർഷങ്ങൾക്കിപ്പുറം നാം ആ സംഭവത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഇന്ത്യയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. 2016 ആ പ്രഖ്യാപനം വെറുമൊരു സാമ്പത്തിക പരിഷ്കാരം മാത്രമായിരുന്നില്ല. അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കിയ ഒരു ചതുരംഗക്കളമായിരുന്നു. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ 3 പ്രധാന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് അന്ന് ഊന്നിപ്പറഞ്ഞത്. ഒന്നാമത്തേത് കള്ളപ്പണത്തിനെതിരെയുള്ള യുദ്ധമായിരുന്നു. ഇന്ത്യയിലെ സമാന്തര സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് കണക്കിൽപ്പെടാത്ത പണമാണെന്ന് എല്ലാവർക്കും അറിയാം. 500-ന്റെയും 1000-ന്റെയും നോട്ടുകളായി വീടുകളിലും രഹസ്യ കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന ഈ പണം നോട്ടുകൾ അസാധുവാകുന്നതോടെ പുറത്തെടുക്കാൻ ആരും ധൈര്യപ്പെടില്ലെന്നും അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഒറ്റയടിക്ക് ഇല്ലാതാകുമെന്നും സർക്കാർ കണക്കുകൂട്ടി. ഈ പണം തിരിച്ചെത്താത്ത പക്ഷം അത് റിസർവ് ബാങ്കിന് ഒരു ലാഭമായി മാറുമെന്നും അത് രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാമെന്നുമായിരുന്നു ആദ്യത്തെ വാദം. രണ്ടാമത്തെ ലക്ഷ്യം കള്ളനോട്ടുകളുടെയും ഭീകരവാദത്തിന്റെയും നട്ടെല്ല് ഒടിക്കുക എന്നതായിരുന്നു. അതിർത്തികൾ വഴി ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ഹൈക്വാളിറ്റി വ്യാജ നോട്ടുകൾ ഇന്ത്യൻ കറൻസിയുടെ വിശ്വാസ്യത തകർക്കുന്നുണ്ടായിരുന്നു. ഭീകരവാദികൾക്ക് ആയുധങ്ങൾ വാങ്ങാനും രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാനും പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ വ്യാജ നോട്ടുകളെയാണ്. നോട്ട് നിരോധനത്തോടെ ഈ ശൃംഖല തകരുകയും പുതിയ സുരക്ഷാ ഫീച്ചറുകളുള്ള നോട്ടുകൾ വരുന്നതോടെ വ്യാജനിർമ്മാണം അസാധ്യമാകുമെന്നും ഭരണകൂടം വിശ്വസിച്ചു. മൂന്നാമത്തേതും ഏറ്റവും ദീർഘവീക്ഷണമുള്ളതുമായ ലക്ഷ്യം ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നമായിരുന്നു. പണമിടപാടുകൾ നോട്ടുകളായി നടക്കുമ്പോൾ അതിൽ കൃത്യമായ രേഖകൾ ഉണ്ടാകില്ല. ഇത് അഴിമതിക്കും നികുതി വെട്ടിപ്പിനും കളമൊരുക്കുന്നു. പണമിടപാടുകൾ ബാങ്ക് അക്കൌണ്ടുകൾ വഴിയോ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയോ മാത്രമാകുമ്പോൾ സമ്പദ്വ്യവസ്ഥ കൂടുതൽ സുതാര്യമാകും. ഓരോ രൂപയുടെ ചലനവും നിരീക്ഷിക്കാൻ സർക്കാരിന് കഴിയും. ഒരു ക്യാഷ്ലെസ് അല്ലെങ്കിൽ ലെസ് ക്യാഷ് സൊസൈറ്റി എന്നതായിരുന്നു ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ച വലിയ ചിത്രം. എന്നാൽ ഈ ചതുരംഗക്കളത്തിൽ സർക്കാർ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. കള്ളപ്പണം വെറും നോട്ടുകളായല്ല, മറിച്ച് സ്വർണമായും ഭൂമിയായും വിദേശ നിക്ഷേപങ്ങളായും പണ്ടേ രൂപം മാറിയിരുന്നു എന്ന സത്യം അധികം വൈകാതെ പുറത്തുവന്നു. ലക്ഷ്യങ്ങൾ ഉന്നതമായിരുന്നെങ്കിലും അതിന്റെ പ്രായോഗിക നടപ്പിലാക്കലിൽ രാജ്യം നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളായിരുന്നു. ലക്ഷ്യങ്ങൾ ചാർട്ടുകളിൽ മനോഹരമായിരുന്നു, എന്നാൽ യാഥാർത്ഥ്യം തെരുവുകളിലായിരുന്നു. നവംബർ 8 രാത്രി പ്രഖ്യാപനം വന്നതോടെ രാജ്യം മുഴുവൻ ഒരു തരം പരിഭ്രാന്തിയിലായി. പിറ്റേന്ന് നേരം വെളുത്തതു മുതൽ ഇന്ത്യ കണ്ടത് സമാനതകളില്ലാത്ത കാഴ്ചകളാണ്. ഓരോ ബാങ്കിനും മുന്നിൽ കിലോമീറ്ററുകളോളം നീളുന്ന മനുഷ്യച്ചങ്ങലകൾ രൂപപ്പെട്ടു. സ്വന്തം അധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം വെറും കടലാസല്ലെന്ന് തെളിയിക്കാൻ വെയിലത്തും മഴയത്തും മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വന്ന സാധാരണക്കാരന്റെ അവസ്ഥ വാക്കുകൾക്ക് അതീതമായിരുന്നു. കൈക്കുഞ്ഞുങ്ങളുമായി വന്ന അമ്മമാരും പരസഹായമില്ലാതെ നടക്കാൻ വയ്യാത്ത വൃദ്ധരും ആ വരികളിലുണ്ടായിരുന്നു. പലർക്കും തങ്ങളുടെ നിത്യച്ചെലവിനുള്ള പണം പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യം, ബാങ്കുകളിൽ പണം തീർന്നുപോകുന്നതും എടിഎമ്മുകൾ ഔട്ട് ഓഫ് സർവീസ് ആകുന്നതും ഓരോ ദിവസത്തെയും സ്ഥിരം വാർത്തകളായി മാറി. ഈ പ്രതിസന്ധി ഏറ്റവും ദാരുണമായി ബാധിച്ചത് സാധാരണ കുടുംബങ്ങളെയായിരുന്നു. വിവാഹ ആവശ്യങ്ങൾക്കായി പണം സ്വരൂപിച്ചുവെച്ച മാതാപിതാക്കൾ നിസ്സഹായരായി. ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾക്കും മരുന്നുകൾക്കും പഴയ നോട്ടുകൾ സ്വീകരിക്കാത്തതുമൂലം പലരും ചികിത്സ കിട്ടാതെ വലഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലായ അസംഘടിത മേഖല പൂർണ്ണമായും തകർന്നുപോയി. കൂലിപ്പണിക്കാരും വഴിയോര കച്ചവടക്കാരും
കർഷകരും കറൻസിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പണലഭ്യത നിലച്ചതോടെ വിപണികൾ സ്തംഭിച്ചു. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ കർഷകർ തങ്ങളുടെ വിളകൾ റോഡിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ചെറുകിട വ്യവസായങ്ങൾ പൂട്ടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭീകരമായത് ആ ക്യൂവുകളിൽ നിന്നും വന്ന മരണവാർത്തകളായിരുന്നു. ക്ഷീണം മൂലവും മാനസികമായ സമ്മർദ്ദം മൂലവും 100-ലധികം പേർക്ക് ആ ദിവസങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരായ പോരാട്ടത്തിൽ തങ്ങളും പങ്കാളികളാണെന്ന ബോധ്യത്തിൽ പലരും ഈ കഷ്ടപ്പാടുകൾ സഹിച്ചുവെങ്കിലും ആസൂത്രണത്തിലെ പിഴവുകൾ സാധാരണക്കാരന്റെ ജീവിതത്തെ നരകതുല്യമാക്കി. പണം എന്നത് വെറും കറൻസിയല്ലെന്നും അത് ജനങ്ങൾക്ക് ഭരണകൂടത്തിലും സാമ്പത്തിക സംവിധാനത്തിലുമുള്ള വിശ്വാസമാണെന്നും ആ ദിവസങ്ങൾ ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഒരു രാത്രി കൊണ്ട് ആ വിശ്വാസത്തിനുമേലുണ്ടായ ആഘാതം എത്രത്തോളം വലുതായിരുന്നു എന്ന് വരും വർഷങ്ങളിലെ സാമ്പത്തിക കണക്കുകൾ തെളിയിച്ചു. നോട്ട് നിരോധനത്തിന്റെ യഥാർത്ഥ വിജയമളക്കാൻ ലോകം മുഴുവൻ കാത്തിരുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കു വേണ്ടിയായിരുന്നു. സർക്കാരിന്റെ അവകാശവാദങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു എന്നറിയാൻ 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് വേണ്ടിവന്നു. ഒടുവിൽ 2018 RBI പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് സാമ്പത്തിക വിദഗ്ധരെയും ഭരണകൂടത്തെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നതായിരുന്നു. നിരോധിച്ച നോട്ടുകളിൽ 99.3% തിരികെ ബാങ്കുകളിലെത്തിയെന്നായിരുന്നു ആ സത്യം. അതായത് വിപണിയിലുണ്ടായിരുന്ന 15.44 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളിൽ 15.31 ലക്ഷം കോടിയും ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തി. സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ 3 മുതൽ 4 ലക്ഷം കോടി രൂപയൊന്നും കള്ളപ്പണമായി പുറത്ത് നശിച്ചുപോയില്ല. ഇതിനർത്ഥം കള്ളപ്പണം കൈവശം വെച്ചിരുന്നവർ അത് വിവിധ പഴുതുകളിലൂടെയും സാധാരണക്കാരുടെ അക്കൌണ്ടുകൾ ഉപയോഗിച്ചും ബാങ്കുകളിലെത്തിച്ച് നിയമവിധേയമാക്കി മാറ്റി എന്നാണ്. കള്ളപ്പണം നോട്ടുകളായല്ല, മറിച്ച് സ്വർണമായും ഭൂമിയായും ബിനാമി നിക്ഷേപങ്ങളായും രൂപം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം രാജ്യം തിരിച്ചറിഞ്ഞു. ഈ പരീക്ഷണം ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയെ സാരമായി ബാധിച്ചു. പെട്ടെന്നുണ്ടായ പണലഭ്യത കുറവ് നിർമ്മാണ മേഖലയെയും കൃഷിയെയും വിപണിയെയും സ്തംഭിപ്പിച്ചു. ഏകദേശം 1.5% മുതൽ 2% വരെ GDP വളർച്ചാ നിരക്കിൽ ഇടിവുണ്ടായതായി റിപ്പോർട്ടുകൾ വന്നു. ഒരു രാജ്യത്തിന്റെ വളർച്ചാപാതയിൽ ഇത്രയും വലിയൊരു കുറവ് വരുത്താൻ ഈ ഒറ്റ തീരുമാനത്തിന് കഴിഞ്ഞു എന്നത് സാമ്പത്തിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എങ്കിലും ഈ നാണയത്തിന് മറ്റൊരു വശമുണ്ടായിരുന്നു. തിരിച്ചെത്തിയ പണമെല്ലാം ആരുടേതാണെന്നും എവിടെ നിന്ന് വന്നതാണെന്നും കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞു. ഇത് നികുതി വെട്ടിപ്പുകാരെ കണ്ടെത്താൻ വലിയ സഹായമായി. അക്കൌണ്ടുകളിൽ അസ്വാഭാവികമായി പണമെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. തൽഫലമായി ഇന്ത്യയിൽ ആദായനികുതി അടയ്ക്കുന്നവരുടെ എണ്ണത്തിൽ മുൻപില്ലാത്ത വിധം വർധനവുണ്ടായി. രാജ്യം കൂടുതൽ ഫോർമലൈസ് ചെയ്യപ്പെട്ടു. അതായത് ഓരോ രൂപയുടെയും ചലനം ബാങ്ക് രേഖകളിൽ രേഖപ്പെടുത്താൻ ഈ തീരുമാനം വഴിതെളിച്ചു. അഴിമതിയും കള്ളപ്പണവും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ഘടനയെത്തന്നെ മാറ്റിയെഴുതാൻ RBIയുടെ ഈ കണക്കുകൾ സാക്ഷ്യം വഹിച്ചു. നോട്ട് നിരോധനം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഏൽപ്പിച്ച മുറിവുകൾ വലുതാണെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്നും ജനിച്ച ഒരു വലിയ വിജയമുണ്ട്. അത് ഇന്ത്യയെ ഇന്ന് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിർത്തുന്ന ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവമാണ്. നവംബർ 8 മുൻപുവരെ ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പണമിടപാട് എന്നാൽ അത് കറൻസി നോട്ടുകൾ കൈമാറൽ മാത്രമായിരുന്നു. എന്നാൽ കൈയിലുള്ള നോട്ടുകൾക്ക് മൂല്യമില്ലാതാവുകയും ബാങ്കുകളിൽ നിന്നും പുതിയ പണം ലഭിക്കാൻ ആഴ്ചകൾ എടുക്കുകയും ചെയ്ത ആ 50 ദിവസങ്ങൾ ഇന്ത്യക്കാരെ പുതിയൊരു വഴി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. സ്മാർട്ട് ഫോണുകൾ വെറും വിനോദോപാധി മാത്രമല്ല, അതൊരു പേഴ്സ് കൂടിയാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞത് അക്കാലത്താണ്. പേടിഎം പോലുള്ള വാലറ്റുകൾക്ക് പിന്നാലെ സർക്കാർ അവതരിപ്പിച്ച UPI എന്ന സാങ്കേതികവിദ്യ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ DNA തന്നെ മാറ്റിമറിച്ചു. ഇന്ന് നാം കാണുന്ന QR കോഡ് വിപ്ലവം നോട്ട് നിരോധനത്തിന്റെ ഒരു നേരിട്ടുള്ള ബാക്കിപത്രമാണ്. ലോകത്തിലെ വൻശക്തികൾ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. അമേരിക്കയിലോ യൂറോപ്പിലോ ഇല്ലാത്ത വിധം ഒരു സാധാരണ തട്ടുകടക്കാരൻ മുതൽ വൻകിട ബിസിനസ്സുകാർ വരെ ഇന്ന് ഡിജിറ്റൽ ഇടപാടുകളെ വിശ്വസിക്കുന്നു.
ഈ മാറ്റം വെറുമൊരു സൗകര്യം മാത്രമല്ല, മറിച്ച് വലിയൊരു സാമ്പത്തിക ശുദ്ധീകരണ പ്രക്രിയ കൂടിയായിരുന്നു. ഓരോ രൂപയും ഡിജിറ്റലായി കൈമാറപ്പെടുമ്പോൾ അത് ബാങ്കിംഗ് സംവിധാനത്തിന് കീഴിലാകുന്നു. ഇതുവഴി നികുതി വെട്ടിപ്പ് കുറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മുൻപ് നടന്നിരുന്ന വൻതോതിലുള്ള പണമിടപാടുകളിൽ നല്ലൊരു ശതമാനവും ഇന്ന് ബാങ്കുകൾ വഴി നടക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. പണം ഡിജിറ്റലായതോടെ സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ അഴിമതിയില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്കെത്തിക്കാനും ഈ സംവിധാനം കരുത്തു പകർന്നു. നികുതിപ്പിരിവ് കാര്യക്ഷമമായതും GST പോലുള്ള പരിഷ്കാരങ്ങൾ വിജയകരമായതും ഈ ഡിജിറ്റൽ അടിത്തറയിലാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു രാജ്യമെങ്ങനെ സാമ്പത്തികമായി സുതാര്യമാകാം എന്നതിന്റെ ലോകോത്തര മാതൃകയായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. നോട്ട് നിരോധനത്തിന്റെ ദുരിതങ്ങൾക്കിടയിലും ഇന്ത്യ പടുത്തുയർത്തിയ ഈ ഡിജിറ്റൽ സാമ്രാജ്യം ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായി അടയാളപ്പെടുത്തപ്പെടും. നോട്ട് നിരോധനം നടപ്പിലാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പൂർണ്ണ വിജയമായിരുന്നോ അതോ പരാജയമായിരുന്നോ എന്ന തർക്കം സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ഇന്നും അവസാനിച്ചിട്ടില്ല. ഈ തീരുമാനത്തെ ഏതെങ്കിലും ഒരു പക്ഷത്തുനിന്ന് മാത്രം നോക്കിക്കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയുണ്ട്. ഇന്ത്യയുടെ അസംഘടിത മേഖലയ്ക്ക് അത് നൽകിയ ആഘാതം വളരെ വലുതായിരുന്നു. ചെറുകിട വ്യാപാരികളും കർഷകരും ദിവസക്കൂലിക്കാരും അനുഭവിച്ച ആ 50 ദിവസത്തെ ദുരിതം ഇന്നും ഇന്ത്യയുടെ സാമ്പത്തിക ചർച്ചകളിലെ കൈപ്പേറിയ അധ്യായമാണ്. പല കുടുംബങ്ങൾക്കും അത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവച്ചു. കണക്കുകൾ പ്രകാരം GDP വളർച്ചയിലുണ്ടായ താത്കാലിക ഇടിവ് രാജ്യത്തിന്റെ പുരോഗതിയെ അല്പമൊന്ന് മന്ദഗതിയിലാക്കി. എന്നാൽ നാണയത്തിന്റെ മറുപുറം പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ ഒരു ഡിജിറ്റൽ സൂപ്പർ പവറാക്കി മാറ്റുന്നതിൽ ആ തീരുമാനം ഒരു വലിയ വഴിത്തിരിവായി എന്ന് നമുക്ക് കാണാം. പണം കൈമാറാൻ മറ്റൊരു മാർഗവുമില്ലാതിരുന്ന ആ ദിവസങ്ങൾ ഇന്ത്യക്കാരെ സാങ്കേതികവിദ്യയെ വിശ്വസിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നെറ്റ്വർക്കുള്ള രാജ്യമായി ഇന്ത്യ മാറിയതിനു പിന്നിൽ ആ കഠിനമായ ദിവസങ്ങളുടെ ഒരു പങ്കുണ്ട്. കള്ളപ്പണത്തെ പൂർണ്ണമായും വേരോടെ പിഴുതെറിയാൻ കഴിഞ്ഞില്ലെങ്കിലും സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ സുതാര്യമാക്കാനും നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിച്ചു. വലിയൊരു ലക്ഷ്യത്തിനായി ഒരു ജനത മുഴുവൻ ബാങ്കുകൾക്കു മുന്നിൽ വരിനിന്ന ആ 50 ദിവസങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ സമാനതകളില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു. ഈ സംഭവം ഭരണാധികാരികൾക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ എത്രത്തോളം ഉന്നതമായ ലക്ഷ്യത്തോടു കൂടിയതാണെങ്കിലും അവ നടപ്പിലാക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങും സാധാരണക്കാരന്റെ അവസ്ഥയും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് നമ്മെ പഠിപ്പിച്ചു. പണം എന്നത് വെറും അച്ചടിച്ച കടലാസല്ല. അത് ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ഒരു പവിത്രമായ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലുണ്ടായ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു 2016 നോട്ട് നിരോധനം. ചരിത്രം ഈ തീരുമാനത്തെ എങ്ങനെ വിലയിരുത്തിയാലും അത് ഇന്ത്യയെ എന്നേക്കുമായി മാറ്റിമറിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നോട്ട് നിരോധനത്തിന്റെ ആ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്? താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക. നന്ദി.